അയാളുടെ വോട്ട് അയാൾക്ക് പോളിംഗ് ആയിട്ടില്ലെന്ന് അയാൾക്ക് 100% ഉറപ്പായി. അതാണ് ആ സമയത്ത് വന്ന് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം. ബിജെപിയുടെ വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. ബിജെപിന്റെ വോട്ടുകൾ കൺഫേം ആയി പോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ താമരേന്റെ വിധിയും പാലക്കാട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മനഃപൂർവ്വം അതിനു വേണ്ടി ആളെ കൊണ്ടുവന്നു ചെയ്യിപ്പിച്ചാണ് വേണം പറഞ്ഞിട്ട്. അല്ലെങ്കിൽ വന്ന ആൾക്ക് വന്ന് വാർഡ് മെമ്പറാണ് നിൽക്കണ പറഞ്ഞാൽ എന്ത് വേണം? മിണ്ടാണ്ട് നോക്കിയിട്ട് മിണ്ടാണ്ട് പോവുക. അയാൾ വന്നിട്ട് ഓരോന്ന് കണകുണ പറയാനോ ആൾക്കാരനെ കൂട്ടിയിട്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ചോദിച്ചാൽ മതി. ആദ്യം എതിർത്തത് നിങ്ങളാണ്, ബിജെപി പിന്നെ ശരണം പറഞ്ഞിട്ട് അവനാണ് എതിർത്ത് ചെയ്തത്. അപ്പോഴേക്കാണ് ഇവരും ചോദിച്ചപ്പോൾ ഇവരും കൂടെ നിന്നു. അപ്പോൾ ഇവർ കണ്ടമാനം ആൾക്കാരനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വിളിച്ചു വരുത്തി. ഇവിടുത്തെ മാത്രമല്ല, ഈ വെണ്ണക്കര സ്കൂളിൽ വോട്ടുള്ളവരോ വെണ്ണക്കരയിലെ ആൾക്കാരെ അല്ല, എല്ലാവിടുന്നും ടൗണിൽ നിന്ന് മുഴുവൻ ആൾക്കാർ വന്നു. എന്തായാലും ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് സ്ഥാനാർത്ഥി ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ വോട്ട് അഭ്യർത്ഥിച്ച് അവിടേക്ക് എത്തുകയും ആ സമയത്ത് അത് ചോദ്യം ചെയ്ത് ബിജെപി പ്രവർത്തകർ സംഭവ സ്ഥലത്തെത്തുകയും തുടർന്ന് CPM പ്രവർത്തകർ കൂടി അവിടേക്ക് എത്തി അതൊരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. കോൺഗ്രസ് കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ BJP പ്രവർത്തകർ പറയുന്നത്. ഗോകുൽ. യെസ്, നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ദീപക് ധർമ്മടമുണ്ട്. ഏറ്റവും സമാധാനപരമായി നീങ്ങുകയായിരുന്നു ഇതുവരെ പോളിംഗ്. പക്ഷേ ഈ കഴിഞ്ഞ അരമണിക്കൂറിനകമാണ് ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായത്. സ്ഥാനാർത്ഥി നേരിട്ടെത്തി ഏറ്റവും ഈ ഒടുവിലത്തെ ഈ മണിക്കൂറിൽ, പോളിംഗ് അവസാനിക്കാനുള്ള ഈ മണിക്കൂറിൽ അവിടെ എത്തി ആൾക്കാരുടെ വോട്ട് അഭ്യർത്ഥിച്ചു എന്നൊരു ആരോപണമാണ് ഉയർന്നത്. അതേ തുടർന്ന് അതൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അത് വീണ്ടും വോട്ടിംഗ് സാധാരണഗതിയിൽ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാണ് നിഖിൽ പരമേശ്വർ അവിടെ നിന്ന് നൽകിയ വിവരം. വെണ്ണക്കരയിലെ 48-ാം നമ്പർ ബൂത്തിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ബൂത്തിലെത്തിയ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിച്ചു എന്ന് ആരോപിച്ചാണ് BJP LDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ബൂത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കുകയും ചെയ്തിരിക്കുന്നു. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി തത്സമയം. ദീപക്, ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പോലീസ് ഇടപെട്ടിട്ടുണ്ട്. പ്രവർത്തകർ ഒന്നടങ്കം ആക്ഷേപം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. LDF BJP പ്രവർത്തകരാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇപ്പോൾ പ്രശ്നം ഒതുങ്ങിയിട്ടുണ്ടോ? എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു. കൂടുതൽ പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പം ഇൻസ്പെക്ടറോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. ഇപ്പം സ്ഥിതിഗതികൾ കൺട്രോളായി. ഒന്ന് പിരിച്ചുവിട്ടേ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നം. ഈ കൂടുതൽ പോലീസ് സേന ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും. സംഘർഷ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് കണക്കിലെടുത്താണ് പോലീസ് കൂടുതൽ സേനയെ വിന്യസിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസിൻ്റെ വലിയ രീതിയിൽ സ്ട്രൈക്കർ ഫോഴ്സ് ഉൾപ്പെടെ രംഗത്തിറങ്ങിയായിരുന്നു. അതായത് സ്ഥാനാർത്ഥി പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നു, സ്വാഭാവികമായും കൂടുതൽ പ്രവർത്തകരൊപ്പം അവർ വോട്ട് ചോദിച്ചു എന്ന ആക്ഷേപമാണ് ആദ്യം ഉയർന്നത്. BJP ആണ് ആക്ഷേപം ഉയർത്തിയത്. അതിനുശേഷം കൈ ഉയർത്തിക്കൊണ്ട് കൈപ്പത്തി കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഇടതുമുന്നണിയുടെ പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തുന്നു. പിന്നീട് അത് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഇടപെട്ടത്. പോലീസ് കൂടുതൽ ഏതാണ്ട് ഒരു കമ്പനി പോലീസ് തന്നെ ഇവിടെ നിലയുറപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രവർത്തകരെ ഈ പോളിംഗ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നും, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ ചട്ടപ്രകാരമുള്ള പരിധിക്ക് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു. പോളിംഗിനെ ഏതെങ്കിലും രീതിയിൽ ഇത് തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്നാൽ അന്തരീക്ഷം കുറച്ച് സംഘർഷഭരിതമായി മാറുന്നൊരു സാഹചര്യത്തിലാണ് പോലീസ് കൂടുതൽ സേനാംഗങ്ങളെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചത്. ദീപക്, യഥാർത്ഥത്തിൽ ഈ LDF BJP പ്രവർത്തകർ ആരോപിക്കുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയവരോട് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണം എന്ന അർത്ഥത്തിൽ അവരോട് പെരുമാറിയിട്ടുണ്ടോ? ആ നിലയിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടോ? ആ ആരോപണങ്ങൾ ശരിയാണോ? കൈ ഉയർത്തി വോട്ട് ചോദിച്ചു, കൈപ്പത്തി കാണിച്ചു എന്നുള്ളതാണ് ആരോപണം, രാഷ്ട്രീയ ആരോപണമാണ്. ആ ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് BJP പ്രവർത്തകരാണ്. അതിനുശേഷം അത് ഇടതുമുന്നണി പ്രവർത്തകരും ഉന്നയിക്കുന്നു. ആ രീതിയിലുള്ള ആരോപണത്തെ ചോദ്യം ചെയ്യലും തടസ്സപ്പെടുത്തലും പ്രവർത്തകർ മാറണമെന്നാവശ്യപ്പെടലും പിന്നീട് അത് സംഘർഷ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഇടപെട്ടത്. പോലീസ് ഇടപെട്ട് മുഴുവൻ പ്രവർത്തകരെയും നീക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് ബൂത്തിന് നേരെ മുൻപിലാണ്. ബൂത്തിൽ ഏതെങ്കിലും രീതിയിൽ പോളിംഗ് തടസ്സപ്പെടുകയോ മറ്റോ ഉണ്ടായിട്ടില്ല. സമാധാനപരമായി തന്നെ അകത്ത് വോട്ടെടുപ്പ് നടപടി പൂർണ്ണമായും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ അതേ സമയത്ത് പുറത്ത് സംഘർഷ അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് കൂടുതൽ സേന, നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ഗോപീഷ്ണൻ, വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെ ഈ പോളിംഗ് സ്റ്റേഷന് മുൻപിലെ റോഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. 2 DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ ഏതാണ്ട് 4ഓളം IP-മാരും കൂടുതൽ പോലീസ് സേനാംഗങ്ങളും ഏതാണ്ട് 200-ഓളം പോലീസ് സേനാ അംഗങ്ങൾ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഗോപീഷ്ണൻ. ദീപക് ധർമ്മട, നേരത്തെ വിജയകുമാർ പറയുകയായിരുന്നു ഒരുപക്ഷെ ഈ ഒരു ട്രെൻഡ്, പോളിംഗ് രീതി അതൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് 68-നും 72-നും ഇടയിലായിരിക്കും ഒരു അന്തിമ പോളിംഗ് ശതമാനം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ നേരത്തെ നടത്തിയിരുന്നു. ഏതാണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 68% കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ പാലക്കാട്ടെ പോളിംഗ്.
നിലവിൽ ഈ പറയുന്ന നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ബൂത്തുകളിലാണ് ഈ വോട്ടർമാരുടെ നിര ഇപ്പോൾ കാണാൻ കഴിയുന്നത്?